അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മധുബാല വന്നിട്ട് അവിടെ കാണിച്ചതെല്ലാം ജഗദീഷ് വക്കീൽ കണ്ടിട്ട് അത് വിജയശങ്കറോട് പോയി പറയുകയും വിജയശങ്കറും ജഗദീഷ് വക്കീലും കൂടിയിട്ട് അർച്ചനയെ ഒരുതരം മാനസികമായിട്ട് കുത്തുവാക്കുകൾ പറയുകയും ചെയ്യണം കേട്ടോ. ആകെ മൊത്തം അർച്ചനയ്ക്ക് ഭയങ്കര വിഷമമാണ്. അതിനുശേഷം അർച്ചനയും ദീപ്തിയും കൂടി പുറത്ത് പോവുകയാണ്. പുറത്ത് പോയിട്ട് ദീപ്തിയോട് അർച്ചന ഇങ്ങനെ സംസാരിക്കുകയാണ്. എനിക്ക് ആരെന്നെ തെറ്റിദ്ധരിച്ചാൽ എനിക്ക് വിഷയമില്ല, പക്ഷേ എൻ്റെ ചിന്നുമോളും എൻ്റെ സഹോദരങ്ങളും അവർക്കറിയാം എന്നെ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം ദീപ്തി പറയുന്നുണ്ട്, അവരെന്തോ പറഞ്ഞോട്ടെ, നിൻ്റെ നന്മ എല്ലാവർക്കും അറിയും, അതുകൊണ്ട് നീ അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ട. അവർക്ക് കേസിൻ്റെ പ്രശ്നമാണ്, വിജയശങ്കറെക്കുറിച്ച് നമുക്കറിയണതല്ലേ, അയാൾ എന്തോ പറഞ്ഞോട്ടെ, അതിന് താങ്ങ് വെച്ചിട്ടാണ് ജഗദീഷ് വക്കീലും നടക്കുന്നത്, അതൊന്നും നീ കണക്കാക്കണ്ട എന്ന് പറയണം കേട്ടോ. അതിനുശേഷം അവരൊരു കോഫി എല്ലാം കുടിച്ചതിന് ശേഷം അവിടുന്ന് പോവുകയാണ്. അതേസമയം നമ്മുടെ ചിന്നു JK അഡ്വാൻസ് കൊടുക്കണമല്ലോ, ഞാൻ മോളോടാണ് വീട് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് വേറെ ആരോടും അഡ്വാൻസ് ചോദിക്കേണ്ട, മോളുടെ കയ്യിലാണ് ഞാൻ തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ മോൾക്ക് എന്തെങ്കിലും പ്രശ്നം വീട്ടിൽ പോയി പറയുകയാണെന്നുണ്ടെങ്കിൽ മോൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാമെന്നും പറയാണ് കേട്ടോ. അതേസമയം ചിന്നുമോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി വീട്ടിൽ പോയിട്ട് അമ്മാവന്മാരുടെ കയ്യിൽ പൈസ കൊടുക്കുകയാണ്. ആ JK സാറ് നമ്മുടെ വീട് വാടക വീട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഇന്ന് കണ്ടപ്പോൾ അഡ്വാൻസ് തന്നു എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ മഞ്ജുവിന് ആകെ ദേഷ്യം വരികയാണ് കേട്ടോ. നീ എന്താ നീ എന്ത് പരിപാടിയാണ് ചെയ്തത്, നീ എന്തിനാ അഡ്വാൻസ് വാങ്ങിയത്, നീ വാങ്ങുന്നത് ശരിയല്ലല്ലോ എന്നിങ്ങനെ മഞ്ജുവും രമ്യയും എല്ലാവരും കൂടിയിട്ട് ചിന്നുവിനെ കുറ്റപ്പെടുത്തുകയാണ്. ഇനി ചേച്ചി മറ്റേ ആരുടെ കയ്യിൽ നിന്നെങ്കിലും അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ടെങ്കിലോ, നിന്നോട് ആരാ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കുറ്റപ്പെടുത്തണം കേട്ടോ. ചിന്നു ആകെ ചെയ്തത് അബദ്ധമായി പോയോ പറഞ്ഞിട്ട് ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അതേസമയം അർച്ചന വരുന്നുണ്ട്. അർച്ചന വന്നിട്ട് പറയും, ഏതായാലും ശരി, മോളുടെ അഡ്വാൻസ് വാങ്ങിച്ചതല്ലേ JK സാറിൻ്റെ കയ്യിൽ നിന്ന്, അത് സാരമില്ല, ഇനി എന്തായാലും മോൾ ഇവിടെ ഇരുന്നോട്ടെ എന്ന്, മോളുടെ വാക്ക് നമുക്ക് മാനിക്കണം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേപോലെ തന്നെ ചേച്ചിയുടെ വാക്ക് അതേപോലെ അനന്തനും മുകുന്ദനും എല്ലാം ശരിവെക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.